ആളൊരു ഫെയിൽഡ് ക്യാപ്റ്റൻ ആണ്. 30 കളിയിൽ നിന്ന് 6 മാച്ച് ജയിച്ചിട്ടുള്ളൂ. 5 വർഷത്തിൽ കൂടുതൽ ക്യാപ്റ്റൻ വരുമ്പോൾ സത്യം പറഞ്ഞ പ്ലേയേഴ്സിന് തന്നെ ബോറടിക്കുന്നു. ഏറ്റവും കൂടുതൽ തോക്കുന്ന ഒരു ക്യാപ്റ്റൻ റെക്കോർഡ് ധോണിയുടെ പേരിൽ വരും. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ഉണ്ടായേനെ. ധോണിയുടെ സമയത്താണ് നമ്മൾ തോറ്റിട്ടുള്ളൂ. വിരാടിന്റെ സമയത്ത് നമ്മൾ ഒരു സീരീസ് നമ്മൾ തോറ്റിട്ടില്ല. ബുംറനെ ഇനി എത്ര പോലെ നമ്മൾ ഓടിക്കും ഇതേപോലെ. ഷഹീർ ഖാൻ കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഒരു പ്രോപ്പർ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ ഇല്ല. നമുക്കൊരു സീനിയർ പ്ലെയർ ഇല്ലാത്തതിന്റെ കുറവ് ശരിക്കും ടീം യൂണിറ്റിൽ കാണിക്കും. ഇനിയിപ്പോ 2 കളി ശ്രീലങ്ക, 2 കളി ന്യൂസിലൻഡ്, 5 കളി ഓസ്ട്രേലിയ. ഓൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വ്യൂസ് കുറവാണ്. ഇപ്പൊ ക്രിക്കറ്റ് 50 ഓവറിന്റെ കളി കൊണ്ട് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ് 42 months നമ്മൾ ടെസ്റ്റിൽ നമ്പർ 1. വിരാട് കോഹ്ലി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ. കാരണം അത്ര ഓഡിയൻസ് കളി കാണാൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ടു TST ദ സ്പോർട്സ് ഡഗൗട്ട്. സോ ഇത് നമ്മുടെ 3rd എപ്പിസോഡാണ്. നമ്മൾ പല ടോപ്പിക്സ് ചർച്ച ചെയ്തു. ഇന്നത്തെ ടോപ്പിക് ഒരു കാഷ്വൽ ചാറ്റ് മാത്രമാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്താണ് നമ്മുടെ ടീമിൻ്റെ അവസ്ഥ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ഒരു ഡിസ്കഷൻ മാത്രമാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞോളൂ, എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ടെസ്റ്റിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്താണ്? ഹായ് വിഷ്ണു, വെരി ഗുഡ് ഈവനിങ് ഫസ്റ്റ് ഓഫ് ഓൾ. അതിന് മുൻപെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കൊള്ളാലോ പരിപാടി. ആ സെറ്റിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക് സോ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് അല്ലെ. ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മുടെ ഡിപ്പിങ്ങും ഗാംബീറിന്റെ ഇപ്പോഴുള്ള പ്രഷറും നമ്മുടെ സീനിയർ താരങ്ങളില്ലാത്ത അഭാവവും ഇതെല്ലാം ടീമിനെ നല്ല രീതിയിൽ ആടി ഒലയ്ക്കുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യം, ഞാൻ ചിരിച്ചോണ്ട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എങ്ങനെ നിന്നിരുന്ന ടീമാ ഒരു മൈറ്റി എന്നൊക്കെ നമ്മളൊരു സമയത്ത് പറഞ്ഞിരുന്ന പോലെ അതേപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്. എവിടെ പോയാലും നമ്മൾ കോൺകർ ചെയ്യാം, ആരെ വേണമെങ്കിലും ബീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്കില്ല. ഇപ്പൊ നമ്മള് MS ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ സമയം എടുക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഓക്കെയാണ് അദ്ദേഹം. ഇന്ത്യയിൽ തോറ്റതുണ്ട്, സീരീസുകളൊക്കെ ഉണ്ട്. ഇംഗ്ലണ്ട് നമ്മള് പര്യടനം തോറ്റിട്ടുണ്ട്, അവരിങ്ങോട്ട് വന്ന പര്യടനം നമ്മൾ തോറ്റിട്ടൊക്കെ ഉണ്ട്. അവർ നമ്മളെ വൈറ്റ് വാഷ് അടിച്ചു വിട്ടിട്ടൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുറത്തു പോകുമ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫാദർ ആണെങ്കിലും എന്റെ കോച്ച് ആണെങ്കിൽ പോലും അവർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവരെ കിട്ടിയ അറിവെന്ന് വെച്ചാൽ അസറുദ്ദീന് ടൈം ആണെങ്കിൽ പോലും അസറുദ്ദീൻ നല്ലൊരു സ്പിൻ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു നമ്മുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട്. സോ സ്പിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് അസറുദ്ദീന്റെ കാലഘട്ടത്തിൽ. സോ നമ്മൾ നന്നായിട്ട് സ്പിന്നേഴ്സിന് യൂസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ വിദേശത്ത് പോകുമ്പോഴും ജസ്റ്റ് ഒരു ടൂർ മൈൻഡ് പോലെ നമുക്കറിയാം നമ്മൾ ജയിക്കില്ല, നമ്മൾ കേപ്പബിൾ അല്ല, ജസ്റ്റ് പോകുന്നു വരുന്നു, ആ ഒരു മൈൻഡ്. പക്ഷെ ഗാംഗുലിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിലെ ഒരു റീസണും പറയാനുണ്ട്. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് കുറച്ച് പേസിംഗ് യൂണിറ്റ് പുതിയതായിട്ട് നമ്മൾ ടീമിൽ വന്നിരുന്നു. ഇപ്പൊ നെഹ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ സഹീർ ഖാൻ ആയിക്കോട്ടെ, പിന്നെ ഒരു മിഡിൽ ടൈം കഴിഞ്ഞപ്പോൾ ഇർഫാൻ പത്തനൊക്കെ നമ്മുടെ ടീമിലേക്ക് വന്നിരുന്നു. സോ ഇർഫാൻ പത്തൻ നമ്മൾ ഇന്ത്യ ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല, അതൊക്കെ വേറെ പൊളിറ്റിക്സ് ആണ്. ഇർഫാൻ പത്തന്റെ ഒക്കെ ഒറ്റയ്ക്ക് പറയുന്ന ഒരു വീഡിയോ തന്നെയാണ്. സോ ധോണിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ വിദേശ ടൂറുകളിൽ നമ്മൾ ഭയങ്കര പരാജയമായിരുന്നു. നമുക്ക് സ്റ്റാറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 30 കളിയിൽ നിന്ന് 6 മാച്ച് എങ്ങാണ്ടാണ് ഓവർസീസിൽ, 30 കളിയിൽ നിന്ന് 6 മാച്ച് ജയിച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞ ആളൊരു ഫെയിൽഡ് ക്യാപ്റ്റൻ ആണ്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ആള് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സും പറയാം. കാരണം ആ സമയത്ത് നമ്മുടെ ലെജൻസ് ഒക്കെ ഏറെക്കുറെ ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. അവരുടെ കരിയർ എൻഡിങ് ടൈം കൂടിയായിരുന്നു. എല്ലാ ക്രിക്കറ്റ് കാലഘട്ടത്തിലും ഒരു ടൈം ജമ്പിംഗ് എന്ന് പറയുന്ന പോലെ ഒരു ബെഞ്ച് ഓഫ് ടൈം ഉണ്ട്. ഒരു ക്യാപ്റ്റനൊക്കെ നമ്മൾ പറയാ 5 വർഷമാണ് ഒരു നല്ല ക്യാപ്റ്റന്റെ സമയം. എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ടെസ്റ്റിലാണെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ 5 വർഷം എന്ന് പറയാൻ കാരണം 5 വർഷത്തിൽ കൂടുതൽ ക്യാപ്റ്റൻ വരുമ്പോൾ സത്യം പറഞ്ഞ പ്ലേയേഴ്സിന് തന്നെ ബോറടിക്കുന്നു. കാരണം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്ട്രാറ്റജി ആയിരിക്കാം, സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വേർഡ്സ് തന്നെ ആയിരിക്കും. സോ പുതിയൊരു ടാക്ടിക്സ് ഉണ്ടാവില്ല, സെയിം പ്ലാൻ തന്നെയായിരിക്കും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഒരു 5 വർഷമാണ് ഒരു ടൈം ജമ്പിന് നല്ലതെന്ന് ഇപ്പോഴും അവർ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു മൈക്കിൾ ക്ലർക്ക് ആണെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയുടെ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തോറ്റ ക്യാപ്റ്റൻ റെക്കോർഡ് മൈക്കിൾ ക്ലർക്കിനും MS ധോണിക്കും ഈക്വൽ ആണെന്ന് തോന്നുന്നു എന്റെ അറിവില്. ഇവർ രണ്ടുപേർക്കാണ് ഈക്വൽ ഷെയർ. ഇത് അധികം പേരും അതും പറയാറില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ധോണി ക്യാപ്റ്റൻസി റിട്ടയർ ചെയ്യുന്ന തന്നെ, രാജിവെക്കുന്ന തന്നെ ഒരു കറക്റ്റ് ഒരു മിഡിൽ ഓഫ് ദ സീരീസിലാണ്. അവിടെയാണ് കോഹ്ലി പെട്ടെന്ന് ഇൻഎക്സ്പീരിയൻസ് ആയി കോഹ്ലി ക്യാപ്റ്റനായിട്ട് വരുന്നു. അതിനൊരു റീസണും കൂടി എനിക്ക് പലപ്പോഴും പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ടെസ്റ്റും കൂടി തോറ്റു കഴിഞ്ഞാൽ ഒരു വേൾഡ് റെക്കോർഡാണ്. നമ്മുടെ സ്വന്തം രാജ്യത്തിന് വെളിയിൽ പോയി കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തോക്കുന്ന ഒരു ക്യാപ്റ്റൻ റെക്കോർഡ് ധോണിയുടെ പേരിൽ വരും. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ഉണ്ടായേനെ നമ്മളൊരു ടെസ്റ്റ് തോറ്റിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഒരു എന്താ പറയാ, പിന്നെ അവിടെ നിന്ന് കണ്ടത് വേറൊരു ഇന്ത്യനെയാണ് നമ്മള്. രവിശാസ്ത്രി, വിരാട് കോഹ്ലി, ആ ഒരു കോമ്പിനേഷൻ ടെസ്റ്റില് നമുക്ക് വേണ്ട ഒരു അതായത് ഓസ്ട്രേലിയക്ക് കളിക്കുന്ന ഒരു അഗ്രഷൻ ഗെയിം ഉണ്ടായിരുന്നു. നമുക്കത് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ ധോണിയുടെ ക്യാപ്റ്റൻസി വളരെ കൂളായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഈ കോഹ്ലിയുടെ ക്യാപ്റ്റൻസി നമ്മൾ കണ്ടത് ഒരു ഡിഫറെന്റ് ടീം.
ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടീം, ഡിഫറെന്റ് പ്ലേയിങ് സ്റ്റൈൽ, സ്ലെഡ്ജിങ് കാര്യങ്ങളൊക്കെ. ലൈക്ക് ടെസ്റ്റ് എന്ന സാധനം കംപ്ലീറ്റ്ലി മാറ്റി മറിച്ച സമയമാണ് ആ കോഹ്ലിയുടെ ടൈം. ആ അഗ്രഷൻ പുള്ളിയുടെ ഇൻബിൽറ്റ് സാധനമാണ്. അപ്പൊ അത് ടീമിലേക്ക് ആ ക്യാപ്റ്റൻസിൽ കൊണ്ടുവരാൻ സാധിച്ചത് പീക്ക് സാധനം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ കറന്റ്ലി ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ പുള്ളി തന്നെ. അതിലൊരു മാറ്റവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആൾക്കൊരു കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആള് ക്യാപ്റ്റൻ ആവുന്ന സമയത്തായിരുന്നു സൈക്ലിംഗ് നടക്കുന്നുണ്ടായിരുന്നത്, പുതിയൊരു റിനോവേഷൻ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാൻ. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് പറ്റി. ആരൊക്കെ പിക്ക് ചെയ്യണം, ആളെടുത്ത കുറച്ച് തീരുമാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഹർദിക് പാണ്ഡ്യനും ഭുവനേശ്വറിനും ടീമിനെ മാറ്റിയപ്പോൾ ഒരുപാട് വിമർശനം വന്നിരുന്നു ആൾക്ക്. എന്തിനാണ് ഇവരെ മാറ്റുന്നത്? പക്ഷെ ആള് കണ്ട വിഷൻ എന്ന് പറയുന്നത് ഈ രണ്ടുപേർക്കും, ഹർദിക്കിന് അന്ന് നിനക്ക് ഓർമ്മയുണ്ടെന്ന് വരുന്നു, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് ആൾക്ക് ആകെ പ്രശ്നമായിരുന്നു ഹർദിക്കിന്. സോ ഉണ്ട്, അതുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ടീമിൽ ഒരു ഓൾറൗണ്ടർ എടുക്കുന്നത് എന്തിനാ? ന്യൂ ബോൾ എറിയാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറാണ് എപ്പോഴും എല്ലാ കപ്റ്റന്മാരും ടെസ്റ്റിലേക്ക് പരിഗണിക്കുക. അല്ലെങ്കിൽ നീ സ്പിന്നർ എറിഞ്ഞാൽ പോലും ഒരു ഓൾറൗണ്ടർ നോക്കുന്നത് ന്യൂ ബോൾ എറിയണം എന്നില്ല, പക്ഷെ അത്യാവശ്യം ഘട്ടം വന്നാൽ നീ എറിയണം, ഒരു കേപ്പബിൾ ആയിരിക്കണം എറിയാൻ. അവിടെയാണ് അവർ നോക്കിയപ്പോ ഇപ്പൊ ഭൂവിക്കാണെങ്കിൽ പോലും അന്ന് ODI, ടെസ്റ്റ്, T20 ഇത് മൂന്നും കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോഴാണ് വിരാട് ആ വിഷയം കൊണ്ടുവന്നത്. എന്റെ കയ്യിൽ ഓൾറെഡി ഇഷാന്ത് ശർമ്മയുണ്ട്, ഷമിയുണ്ട്, അപ്കമിങ് ആയിട്ട് എന്റെ കയ്യിൽ ബുംറയുണ്ട്. ഓൾറെഡി ബുംറ ടീമിലുണ്ട്, ബുംറയുണ്ട്, എനിക്ക് മുഹമ്മദ് സിറാജ് ഇനി വരുന്നുണ്ട്, ബെഞ്ചിലേക്ക് ഇനി വരുന്നുണ്ട്. സോ ഓൾറെഡി എനിക്ക് സീമേഴ്സ് ഉണ്ട്. ഉമേഷ് യാദവ് വന്ന് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ഉമേഷ് യാദവിനെ വിട്ടതല്ല, സ്വിംഗ് കിങ് ആയിരുന്നു എന്നാണ്. സോ ഉമേഷ് യാദവ് ഒരു ഭാഗത്ത് അവിടെ ഉണ്ട് താനും. സോ ആള് ഫോക്കസ് ചെയ്തു, ഓക്കെ എനിക്ക് ഭുവനേശ്വറിനെ വേണ്ടത് എവിടേക്കാ? ODI, T20യിലേക്ക് ഫുൾ ഫിറ്റ്നസോടെ വേണം. ടീമിനോട് പറഞ്ഞു ഹർദിക് പാണ്ഡ്യനും ഈ രണ്ടിലേക്ക് എനിക്ക് വേണം. കറക്റ്റ് ആയിട്ട് ആള് പ്ലാൻ ചെയ്തു. പിന്നെ ആളുടെ എക്സിക്യൂഷനൊക്കെ ആളുടെ എക്സിക്യൂഷനൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇന്ത്യൻ പര്യടനത്തിന് വരുമ്പോ നമുക്കൊരു ടീം, വിദേശ പര്യടനത്തിന് പോകുമ്പോൾ വേറെ ടീം. പക്ഷെ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ വിരാട് രവിശാസ്ത്രിനൊക്കെ രഹാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജഡേജ അശ്വിന്റെ ഗോൾഡൻ പീരീഡ് ഓഫ് ടൈം ആയിരുന്നു ആ ഒരു ടൈം. ഇന്ത്യയിൽ അവരില്ലെങ്കിൽ നമ്മൾ ജയിക്കില്ല. ഞാൻ ഇത് എത്ര പേര് അംഗീകരിക്കും എനിക്കറിയില്ല. അശ്വിൻ ഈ പറഞ്ഞ അശ്വിന്റെ കോൺട്രിബ്യൂഷനും, അശ്വിൻ ഭയങ്കരമായിട്ട്, ജഡേജ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പറയപ്പെടുന്നുണ്ട്. അശ്വിൻ എന്നൊരു പേര് പലപ്പോഴും പറയാതെ പോകുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ക്രിക്കറ്റ് നന്നായി അറിയുന്നവരൊക്കെ അശ്വിന്റെ പേര് പറയുമില്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ നീ പറഞ്ഞ പോലെ കുറച്ച് കൺസേൺ ഹീറോ ആണ് ആള് കുറെ കാര്യങ്ങളിൽ. ഇന്ത്യയിൽ അപ്പർ ഹാൻഡ് നമുക്ക് അത്രയും കിട്ടാനുള്ള ഒരു മേജർ പങ്ക് വഹിച്ചത് ശരി. ബാറ്റിംഗ് പിച്ച് ഓൾറെഡി നമുക്ക് ബാറ്റിംഗ് പിച്ചാണ്, എല്ലാം മഡ്ഡി പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗ്രാസ് പിച്ച് ഒക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. സോ ബാറ്റിംഗിൽ അപ്പർ ഹാൻഡ് വരുന്നുള്ളത് സർവ്വസാധാരണം. പക്ഷെ പിന്നെ സ്പിൻ പിച്ചാണ്, നമ്മളെല്ലാ സ്ഥലത്തും കുഴി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു തന്ത്രം. അതിൽ ഞാൻ കുറ്റമൊന്നും പറയില്ല. കാരണം നമ്മൾ വിദേശത്ത് പോകുമ്പോൾ സീമേഴ്സ് അനുകൂലമായി പിച്ച് അവരുണ്ടാക്കുന്നു, അവർക്ക് സ്പിന്നേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ കുറച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് സ്പിൻ ട്വിൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ചഹലും കുൽദീപ് യാദവും രണ്ടും കൂടി മാറ്റി വിക്കറ്റ് ഇടുന്ന, അല്ലെങ്കിൽ അശ്വിൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇത് റയർ മൊമെന്റ് ആയിരുന്നു. കരുൺ ശർമ്മനെ ഒക്കെ കൊണ്ടുവരാനുള്ള തീരുമാനം അത് ആരെടുത്തേന്ന് വെച്ചാൽ രവിശാസ്ത്രി എടുത്ത തീരുമാനമായിരുന്നു. എന്നിട്ടൊക്കെയാണ് അത് മാറ്റിയിട്ട് പിന്നെയും അശ്വിനെ ഫുൾ ഫ്ലെജ് ആയിട്ട് കളിപ്പിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തീരുമാനം മാറ്റിയവര്. ഇവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ കുറച്ച് ഇൻബാലൻസ് ആയിട്ടുള്ളതെന്ന്. ടെസ്റ്റിൽ ഏത് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് 24-ലാണോ 24-ലായിരിക്കണം എന്റെ അറിവിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി, 25-24 രോഹിത് ശർമ്മയുടെ അവസാന ക്യാപ്റ്റൻസി സമയത്ത് നമ്മൾ ബാംഗ്ലൂരിൽ ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വന്നിട്ട് ഒരു ടീം ജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ടെസ്റ്റ് കാണേണ്ട ആവശ്യം കൂടി ഇല്ല. ഒരു സമയത്ത് ഇന്ത്യ ജയിക്കും ഉറപ്പാണ്. പക്ഷെ അന്ന് വന്നിട്ട് ടോസ് കിട്ടിയിട്ടും അത് ഗ്രാസ് ഉള്ള പിച്ചായിട്ട് പോലും ക്ലൗഡി ആയിരുന്നു അന്ന്. ഞാൻ അന്ന് നോട്ട് ചെയ്ത ടെസ്റ്റ് ഞാൻ കണ്ടതാ. അന്ന് ക്ലൗഡി ആയിരുന്നു നമ്മുടെ കർണാടകയില്. എന്നിട്ട് പോലും രോഹിത് ഒരു ബ്ലണ്ടർ ഡിസിഷൻ എടുത്തു. ലൈക്ക് നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ന്യൂസിലാൻഡിനെതിരെ. പക്ഷെ നമ്മൾ 40 ഓൾ ഔട്ടായി ആ കളി. അത് അത്രയും ബോളിങ്ങിന് അനുകൂലം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അവിടെ തൊട്ട് ആ സീരീസ് തന്നെ ന്യൂസിലാൻഡ് തൂത്തുവാരിയില്ലേ, വൈറ്റ് വാഷ് ചെയ്ത് പോയില്ലേ നമ്മളെ എത്ര കൊല്ലങ്ങൾക്ക് ശേഷം. എത്ര കളി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ വർഷങ്ങളോളം ടെസ്റ്റിന്റെ ഫസ്റ്റ് നിന്ന്, അല്ലെങ്കിൽ അൺബീറ്റൻ ആയിട്ട് ഹോം അൺബീറ്റൻ ആയിരുന്നു. നമ്മൾ കുറെ വർഷങ്ങളോളം ഹോം അൺബീറ്റൻ ആയിരുന്നു. അത് ബ്രേക്ക് ആയത് ധോണിയുടെ സമയത്താണ് നമ്മൾ തോറ്റിട്ടുള്ളൂ. വിരാടിന്റെ സമയത്ത് നമ്മൾ ഒരു സീരീസ് നമ്മൾ തോറ്റിട്ടില്ല. അവിടെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് അവര് നമ്മൾ അതും ന്യൂസിലാൻഡ് വൈറ്റ് വാഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് വാഷ് അടിച്ച് നമ്മളെ വിട്ടു. അവിടെ തൊട്ട് ഇൻബാലൻസ് ആയി. കാരണം ഇത് നമ്മൾ ഗാംബിയറെ മൊത്തത്തിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഞാൻ പറയില്ല, ഒരു ടൈം ജമ്പ് ഉണ്ട് എല്ലാ സമയത്തും എല്ലാ ക്രിക്കറ്റിനും, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ BCCI ട്രീറ്റ് ചെയ്യുന്ന വിധമാണ് നമുക്ക് പലപ്പോഴും ഡൈജസ്റ്റ് ആവാത്തത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിനക്ക് അങ്ങനെയാണോ നിനക്ക് തോന്നിയിട്ടുള്ളത്? ഒരു ഡൈജഷൻ, ഒരു പ്രോപ്പർ ആയിട്ട് റിട്ടയർമെന്റ് എല്ലാം കൊടുക്കുന്നത് പലർക്കും.
അതന്നെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിന്റെ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കിയാൽ പല പ്ലേയേഴ്സിനും എത്ര പ്ലേയേഴ്സിന് ഒരു പ്രോപ്പർ ഫെയർ കൊടുത്തത്. സച്ചിൻ തെണ്ടുൽക്കർ അല്ലാത്തൊരു ഡിസേർവ്ഡ് അല്ലാത്തൊരു പ്ലെയറിന് ഒരു പ്രോപ്പർ ഫെയർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് രാഹുൽ ദ്രാവിഡിനൊക്കെ റിട്ടയർമെന്റ് ഇവർ വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്, ഇവർക്ക് എല്ലാവർക്കും ഒരു ഫോൺ ഉണ്ടായിരിക്കും, ഒരു സ്പെഷ്യലൈസ്ഡ് ഫോണാണ്, ലൈക്ക് മെസ്സേജിങ് പാസ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ഈ വോക്കി ടോക്കി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം പോലുള്ള ഫോണാണ്. ഞാൻ കേട്ടിട്ടുള്ളതാണ് ദ്രാവിഡിന് ഒരു മെസ്സേജ് വരെ ചെയ്തത്, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ടെസ്റ്റ് സീരീസ്, സോ എൻജോയ് ദ ടെസ്റ്റ് സീരീസ്, കഴിഞ്ഞ റിട്ടയർമെന്റ് ആയിക്കോളൂ. ഒരു ലെജൻഡിനെ, അത് ടെസ്റ്റിന്റെ തന്നെ ഒരു ലെജൻഡറി പ്ലെയർ ആയ ആളെ BCCI നൈസായിട്ട് അതെ വോളിനൊക്കെ ഇങ്ങനെ മോനെ ഇത് ലാസ്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ, ഇത് അതെ ദിസ് ഇസ് എ ട്രൂ സ്റ്റോറിയാണ് ദ്രാവിഡിന്റെ കേസിലൊക്കെ. അതിലും ദ്രാവിഡ് എവിടെയും പരിഭവമുണ്ടില്ല. സോ ദിസ് ഈസ് എ തിങ് ആൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല പല പല പേരിലും. സോ ഇവിടെ നമ്മൾ ഇപ്പൊ എടുത്തു നോക്കേണ്ടത് കുറച്ച് താരങ്ങളുടെ പ്രശ്നങ്ങളാണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടത് ബുംറനെ ഇനി എത്ര പോലെ നമ്മൾ ഓടിക്കും ഇതേപോലെ പട്ടിപ്പണി രാജകീയ പദവി എന്ന് പറയണ പോലെ. പക്ഷെ പൈസ കിട്ടുന്നുണ്ട്, അത് വേറെ കേസ്. IPL കളിക്കുമ്പോഴേക്കും ആള് സട കുടഞ്ഞിട്ട് വരും, അത് വേറെ കേസ്. അതെല്ലാവരും വരുന്ന പോലെ ഓവർ ഡിപ്പെൻഡന്റ് ആണ്. പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഏത് മറ്റേ ഫോർമാറ്റ് എടുത്ത് നോക്കിയാലും, ടെസ്റ്റോ ട്വന്റി ഓടി ഏതെടുത്ത് നോക്കിയാലും പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് ആണ് ഇപ്പൊ നമുക്കുള്ളത്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അല്ല ഇത് റെസ്റ്റ് ഇല്ല. നിങ്ങൾ എന്ത് റെസ്റ്റ് എന്ന് പറയണ ആളെ കൊണ്ട് നമ്മൾ റൊട്ടേഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിൽ IPL നിന്ന് ആളെന്ന് മാറി നിൽക്കാൻ പറയണം. അതുണ്ടായിരുന്നില്ല ഒരു സമയത്ത്. ഓൾറെഡി ആൾക്ക് നെക്ക് ഇഞ്ചുറി ഉണ്ട്. നമ്മളെന്നാ T20 വേൾഡ് കപ്പിന്, ഈ T20 ഇല്ല, പഴയ T20 വേൾഡ് കപ്പിന് മുമ്പ് ആ ഒരു ഇഞ്ചുറി ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇംഗ്ലണ്ട് സീരീസ് വന്നപ്പോ തന്നെ ആ മുട്ടിന്റെ കാര്യം ഒരു തീരുമാനമായി ആള്. പിന്നെ മറ്റേ നമ്മുടെ ഫ്ലൂയിഡ് ഒക്കെ അടിച്ച് കുത്തി കയറ്റിട്ടാണ്, മുട്ടിന്റെ ഉള്ളിൽ കുത്തി കയറ്റിട്ടാണ് അപ്പൊ തന്നെ പിന്നെ ആള് നടക്കാൻ തന്നെ ആൾക്ക് പറ്റിയത്. അപ്പൊ തന്നെ ഏറെക്കുറെ ആളെ കൊണ്ട് ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് ആൾക്കൊന്ന് നമുക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാം. ലാസ്റ്റ് 2 T20 വേൾഡ് കപ്പ് കിട്ടാൻ തന്നെ മെയിൻ റീസൺ അദ്ദേഹമാണ്. വിക്കറ്റ് നിങ്ങൾ എല്ലാവരും വിക്കറ്റ് പറയും, പക്ഷെ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും ആള് ചെയ്യുന്ന ചില ഓവർ 2 റൺ കൊടുക്കുക, അത് കറക്റ്റ് ആയിട്ട് അവിടെ പിടിച്ചിടുക. അത് ആളെ നമ്മളിങ്ങനെ പണിയെടുപ്പിക്കേണ്ട ആവശ്യകത സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ടീമിന് ഇല്ല. പക്ഷെ പുതിയൊരു ബുംറ അല്ലെങ്കിൽ മോർ ദാൻ ഒരു ബുംറ, നല്ലൊരു ബോളറെ നമ്മൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഒരു ബോളിംഗ് യൂണിറ്റ് ഇല്ല. എനിക്ക് എപ്പോഴും ഉള്ള പരിഭവം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ, ഒരു സഹീർ ഖാൻ കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഒരു പ്രോപ്പർ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ ഇല്ല എന്നുള്ള ഒരു വളരെ സാഡ് ആയിട്ടുള്ള. അതും ഇത്രയും വലിയ റിച്ച് ബോർഡറുള്ള കൺട്രിയിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പോഴും പ്രയാസപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഉള്ളതാണെങ്കിൽ അർഷദീപും, അതാണെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ല ചില സമയത്ത്. നല്ല പ്ലെയർ ആയിരുന്നു, പക്ഷെ കൺസിസ്റ്റൻസി ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര ഇഞ്ചുറി ഒരു കൺസേൺ അല്ല. ഇഞ്ചുറി വരുമ്പോ ഭയങ്കര പ്രശ്നമാണ് ഇന്ത്യയിൽ. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി മാറാൻ ഭയങ്കര പ്രശ്നം. ഇഞ്ചുറി മാറി വരുന്ന പ്ലെയർ പിന്നെ എന്തിനാണ് ഈ ബോർഡ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേൾഡില് ഇതുപോലെ ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കൺട്രീസ്, നമ്മുടെ എന്താ പറയാ ശ്രീലങ്ക പോലും ടീമിന്റെ പ്ലേയേഴ്സിന് ഇഞ്ചുറി തന്നെ പെട്ടെന്ന് അവർ റിക്കവർ ചെയ്ത് അടുത്ത പ്ലേയേഴ്സിനെ അല്ല ആ പ്ലേയേഴ്സിനെ പെട്ടെന്ന് തിരിച്ച് ടീമിലേക്ക് വരുന്നുണ്ട്. ഇവർക്ക് അതൊന്നും ബാധകമല്ല. ഇവര് ബുംറയെ ട്രീറ്റ് ചെയ്യുന്ന വിധം എനിക്ക് തീരെ മനസ്സിലാവില്ല. ടെസ്റ്റില് ക്യാപ്റ്റൻസി ആൾക്ക് കൊടുക്കാതിരുന്നത്, പക്ഷെ അവര് പറഞ്ഞ റീസൺ മറ്റേ ഓവർലോഡ് വർക്ക് എന്നാണ്. അത് ഇവർ തന്നെയാണ് കൊടുക്കുന്നതും. അതാണ് ഏറ്റവും വലിയ തമാശ. ഇവര് തന്നെ വർക്ക് ലോഡ് കൊടുത്തിട്ട് ഇല്ല ബുംറയ്ക്ക് വർക്ക് ലോഡ് ആയതുകൊണ്ട് ഇനി കളിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവര് തന്നെ കൊടുത്തിട്ട് ഇവര് തന്നെ പറയാ. ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുള്ള മെയിൻ റീസൺസിൽ ഇന്ത്യ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ചാഞ്ചാട്ടം. പിന്നെ വിഷ്ണു, നിനക്ക് ഗാംബിയറിന്റെ കോച്ചിങ് അതിലെന്താണ് തോന്നുന്നത്? ടെസ്റ്റിൽ മാത്രം കേട്ടോ, 1 Day T20 ഞാൻ ചോദിക്കുന്നില്ല. ടെസ്റ്റില് ആളുടെ കാപ്പബിലിറ്റി നീ എങ്ങനെ നോക്കി കാണുന്നത് ലാസ്റ്റ് 2 വർഷമായിട്ട്? ലാസ്റ്റ് 2 വർഷം ഇപ്പൊ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഈ പറഞ്ഞ ഒരു ടൈം ഓഫ് പീരീഡിലുള്ള ബ്രേക്കാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് മാറുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ടീം തന്നെയാണ്. സച്ചിൻ തെണ്ടുൽക്കർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ കയറി വരുന്നു. സോ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈം പീരീഡ്. പിന്നെ ബുംറ മാത്രമായിട്ട് ഒരു ബോളിംഗ് യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഒരു ടഫ് പീരീഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് സെലക്ഷന്റെ കാര്യത്തിലും ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ എത്തിക്കാൻ പറ്റാത്തതിൽ വല്ല ഒരു ചെറിയൊരു പരിഭവം ഗംഭീർ ഗംഭീർ മാത്രമല്ല, കോച്ചല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ ഉൾപ്പെടെ. പക്ഷെ എങ്കിലും അതിൽ ആ ഗംഭീറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി ഒരു കോച്ച് എന്ന നിലയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇതുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോലും നമ്മളിപ്പോൾ കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അവസ്ഥ ഇതായി. ഇനി ഈ കൊല്ലം അടിക്കാനുള്ള ഫൈനലിൽ എത്താനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. സോ 2 വർഷമായിട്ട് നമ്മൾ തുടങ്ങി 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 വർഷം ഫൈനലെത്തുന്നു. പിന്നെ വിരാടിന്റെ ക്യാപ്റ്റൻസിൽ നമ്മൾ ഫൈനൽ വന്നു, രണ്ടിന് ഫൈനൽ വന്നു രോഹിത്തിന്റെ ക്യാപ്റ്റൻസിലും. അതിലും വിരാട് തന്നെ പറയണം. വിരാട് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് ഗെയിമിലുണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോ തോന്നണേ ഈ വേൾഡ്
ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നതോടുകൂടി ആകെ എന്താ പറയാ, നമുക്ക് തന്നെ കൺട്രോൾ ഇതാണ് മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ 3 ചാമ്പ്യൻഷിപ്പ് വരെയല്ലേ നമുക്ക് സത്യം പറഞ്ഞ മൂന്ന് ടീം പിരിക്കാം സത്യം പറഞ്ഞാൽ. അതിന് മാത്രമുള്ള പ്ലേയേഴ്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവര് IPL ഇപ്പോഴും IPL നോക്കിയിട്ട് തന്നെയാണ് ടെസ്റ്റിലേക്ക് ആൾക്കാർ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് നമ്മുടെ ആ കശ്മീർ പ്ലെയറിനൊക്കെ നമ്മൾ ഇപ്പോഴാണ് ലാസ്റ്റ് പരീക്ഷിച്ചത്, നമ്മൾ ഇപ്പൊ ടീമിലേക്ക് എടുത്തിട്ടത്. പക്ഷെ ആൾക്ക് ലാസ്റ്റ് ശ്രീലങ്ക സീരീസ് നല്ലൊരു സീരീസ് ആയിരുന്നില്ല, അല്ല സോറി ഇപ്പൊ തുടങ്ങിയ ടെസ്റ്റ് നല്ലൊരു ടെസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ ആള് പിക്കപ്പ് ചെയ്ത് വരും. ഇവിടെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗാംബിയറിന്റെ കോൺട്രാക്ട് 2027 എൻഡ് ആവും. ആൾക്കും കോൺട്രാക്ട് പീരീഡ് ഉണ്ട്. 2027 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് ആൾക്കും കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. ടെസ്റ്റിന്റെ അതിൽ ക്വാളിഫൈ ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്ക് അതിന്റെ പ്രഷർ ആൾക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാളിച്ച എന്ന് പറയുന്നത് ഇവര് ഓവറായിട്ട് റൊട്ടേഷൻ നടത്തി, പ്രോപ്പർ ടീമിനെ സ്റ്റാർട്ടിംഗ് തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യാതെ ഓവർ റൊട്ടേഷൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്ലെയറെ പ്രോപ്പറായിട്ട് കളിപ്പിക്കാതെ. ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഈ ടീമിനെ ഒരു സന്തുലിതാവസ്ഥ കറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഇൻഎക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഒരുപാട് വരുമ്പോൾ ടീമില് സീനിയർ പ്ലേയേഴ്സ് വേണം. ഇനിയിപ്പോ ഒരു ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സീനിയർ പ്ലെയർ ഇല്ലാത്തതിന്റെ കുറവ് ശരിക്കും ടീം യൂണിറ്റിയിൽ കാണിക്കും. ഇനിയിപ്പോ ഗ്രൗണ്ടിൽ വന്നാലും ഇപ്പോ ഗില്ലിനെ എല്ലാവരും അനുസരിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ സിറാജിന് ഗില്ലിനെ പൂർണ്ണ റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ടിവിയിൽ കാണുന്ന പോലെ അല്ല. അത് ഈഗോ ലിഫ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ പുതിയ ക്യാപ്റ്റൻ വരുമ്പോൾ അവന്റെ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പ് ഉണ്ടാവണമെന്നില്ല. ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോ പ്രത്യേകിച്ച് ഒരു യങ് ക്യാപ്റ്റൻ വരുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് എന്തായാലും ഉണ്ടാവും. അതെ 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 അതെ. ഇപ്പൊ രോഹിത് ഇല്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം. രോഹിത് ക്യാപ്റ്റൻ ഞാൻ ഉദാഹരണം പറയുന്നതാണ്. ഇപ്പൊ രോഹിത് ക്യാപ്റ്റനായ സമയത്ത് ലാസ്റ്റ് ടെസ്റ്റ് ഒക്കെ രോഹിത് ഇല്ലാത്ത ആബ്സെൻസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ബുംറ ഇല്ലാത്ത ആബ്സെൻസ് നോക്കിയാൽ മനസ്സിലാവും, വിരാട് കോഹ്ലി കൺട്രോൾ ചെയ്യും. ആ ഒരു യൂണിറ്റ് മൊത്തം കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ തന്നെ ആ സമയത്ത് രഹാനെ ഉണ്ടായിരുന്നു കൺട്രോൾ ചെയ്യാൻ. ഈവൻ രോഹിത് ശർമ്മ വരും, വന്നിട്ട് ഒരു അഭിപ്രായം പറയും. സോ ആ പറയുമ്പോൾ തന്നെ ഈ ബാക്കി പ്ലേയേഴ്സിന്റെ തലവേദന കുറവാ. സീനിയേഴ്സ് നോക്കിക്കോളും, അവരുണ്ടല്ലോ പ്ലാൻ, അവരെ എക്സിക്യൂട്ട് ചെയ്തോളും. നമ്മളത് അതിനനുസരിച്ച് പ്ലേ കളിച്ചാൽ മതി. ഇവിടെ അതില്ല. ഇവിടെ വരില്ല എന്ന് പറഞ്ഞ മെയിൻ റീസൺ ഈ ഒരു ടൈം പീരീഡ് ടഫാണ്. ഇത് ജമ്പ് ചെയ്ത് പോകണം. പക്ഷെ ഈ ജമ്പ് ചെയ്ത് പോകണമെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും നമുക്കൊരു പ്രോപ്പർ ടീം വേണം. ആ ടീം തോറ്റോട്ടെ, അതിലെനിക്ക് സങ്കടമില്ല, തോറ്റോട്ടെ സാരില്ല. പക്ഷെ ആ ടീം പ്രോപ്പർ അല്ല. ഇപ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ പരീക്ഷ കൊണ്ടേയിരിക്കുക. പ്രോപ്പർ ഒരു 11 നമുക്കില്ല. പ്രോപ്പർ ആയിട്ടൊരു സത്യം പറഞ്ഞ പ്രോപ്പർ ആയിട്ട് 16 തന്നെ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊരു പ്രോപ്പർ ആവാതെ നമ്മളൊരു പ്രോപ്പർ ടീമായിട്ട് പോവാതെ നമ്മൾ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിട്ടേക്ക്. കാരണം ഈ 2 ടെസ്റ്റ് നമുക്ക് ജയിക്കണം, അത് ഏറ്റവും ക്രൂഷ്യലാ. ഈ ടെസ്റ്റിന് മുൻപ് പോലും ഗാംബിയർ പറഞ്ഞത് റിപ്പോർട്ട്സ് ഞാൻ വായിച്ചത് ഈ ടെസ്റ്റ് ക്രൂഷ്യലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്രൂഷ്യലാണെന്നല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എനിക്ക് ക്രൂഷ്യലാണ്, എന്റെ പണി പോവും. മര്യാദക്ക് ജയിച്ചാൽ എനിക്ക് കുറച്ചായിട്ട് നിൽക്കാം. ഇപ്പൊ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 5ാം സ്ഥാനത്തല്ലേ. ഇനിയിപ്പോ 2 കളി ശ്രീലങ്ക, 2 കളി ന്യൂസിലൻഡ്, 5 കളി ഓസ്ട്രേലിയ. അപ്പൊ ഈ 2 കളി ശ്രീലങ്കയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ്. അതിന് ന്യൂസിലൻഡ് ടഫാണ്. പിന്നെയുള്ള മൊത്തത്തിൽ 9 കളിയിൽ 7 കളിയും ടഫാണ്. ഇവിടെ ഞാൻ പറയുന്നത് ബോളിംഗ് യൂണിറ്റിന്റെ ആ ഒരു പ്രോപ്പർ അല്ല. നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഓർഡർ ഇപ്പൊ ഇല്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ വിരാടിനെ നല്ലൊരു റിട്ടയർമെന്റിലേക്ക് എത്തിക്കായിരുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ കോൺട്രാക്ട് കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് വന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഇവർ ക്യാപ്റ്റനെ പ്രഷർ ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിനെ പ്രഷർ ചെയ്യുക, അപ്പൊ തന്നെ മാറ്റുക. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇവർ അന്ന് പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും കോമഡി. നമ്മൾ ഡ്യുവൽ ക്യാപ്റ്റൻസി നോക്കുന്നില്ല. വിരാടിനെ ക്യാപ്റ്റൻസിന്ന് മാറ്റാനുള്ള മെയിൻ റീസൺ തന്നെ പറഞ്ഞത് ഡ്യുവൽ ക്യാപ്റ്റൻസി നോക്കുന്നില്ല. വിഷ്ണു ഓർമ്മയുണ്ടെന്നിരുന്നു, വിരാട് അന്ന് മറ്റേ ടെസ്റ്റ് T20 വിരമിക്കുമ്പോൾ തന്നെ ആളിട്ട പോസ്റ്റ് ODIയും ടെസ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടാണ് BCCI പറയുന്നത് ഞങ്ങൾ സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി നോക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു ബാഡ് ഡിസിഷൻ ആയിരുന്നില്ലേ? സത്യം പറഞ്ഞ പുള്ളിക്കാരൻ വേണമെങ്കിൽ ടെസ്റ്റ് മാത്രം നോക്കിയാനെ, ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അതന്നെയാണ് ഞാനും ഈ എടുത്തു പറയേണ്ടത്. നമ്മുടെ പ്രൈം ടൈം ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ടെസ്റ്റിന്റെ ടൈം പീരീഡിലേക്ക് എത്തിച്ച ഒരു ക്യാപ്റ്റനെ എന്താ പറയാ, ഇപ്പൊ അങ്ങനെ റൂൾ റെഗുലേഷൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ ഒരു ഇന്ന ടെസ്റ്റിലേക്ക് ഒരു ക്യാപ്റ്റൻ ആയിക്കൂടാ എന്നുള്ളൊരു നിയമം ഒന്നും നമുക്കില്ല. അതും ഇത്രയും ടോപ്പ് പ്രൈമിൽ നിൽക്കുന്ന പ്ലെയർ ആസ് എ ക്യാപ്റ്റൻ റെക്കോർഡ്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ എന്ന റെക്കോർഡ്, ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസി ആയിട്ടുള്ള റെക്കോർഡ്, ഏറ്റവും കൂടുതൽ വിൻ റേഷ്യോ ഉള്ള റെക്കോർഡ്, ഇതെല്ലാം ഉള്ളൊരു പ്ലെയറിനെ ടെസ്റ്റിനെ ക്യാപ്റ്റൻസിയിൽ നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് മാനേജ്മെന്റ് ഇഷ്യൂ. സത്യം അവിടെ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ട് കുറച്ച് നാളും കൂടി വിരാടിന്റെ അണ്ടറിൽ കളിപ്പിക്കുകയായിരുന്നെങ്കിൽ ഗില്ലിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയനെ. ടീം കുറച്ചുകൂടി കോർഡിനേറ്റ് ആയിട്ട് ആ ടീം വിരാട് ഗില്ലിന് കൊടുത്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ ധോനി എങ്ങനെയായിരുന്നു കോഹ്ലിക്ക് ടീം കൊടുത്ത് പോയത്, ആ ടീമല്ല കോഹ്ലി കളിച്ചത്, അത് വേറെ കാര്യം. പക്ഷെ കോഹ്ലിക്ക് ഒരു ടീമിനെ കൊടുത്തിട്ടാണ് ധോനി പോയത്. ഇവിടെ രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്ക് അത് ചെയ്യാൻ പറ്റാതിരുന്നത് പെട്ടെന്നുള്ള ആ ഒരു പ്രഷറും സമ്മർദ്ദവും എല്ലാം കൂടി ആയപ്പോ അവർക്ക്. കോഹ്ലി ഓൾറെഡി വൈസ് ക്യാപ്റ്റൻ ആയിരുന്നില്ലേ ധോണിയുടെ ടൈം പീരീഡിൽ?
ആയിരുന്നു. അപ്പൊ ധോണിയുടെ അണ്ടറിൽ കോഹ്ലി കുറച്ചാൾ നിന്നിട്ട് അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടാക്കി അദ്ദേഹത്തിന്. സെയിം അതന്നെ, ആ ഒരു അക്സെപ്റ്റൻസും കൂടി ഉണ്ട് പെട്ടെന്ന്. ഇംഗ്ലണ്ടിൽ നമ്മളെടുത്ത ഒരു ക്യാപ്റ്റൻസി ആളുടെ മനോഹരമായിരുന്നു. ആള് അത്ര ഫ്ലോപ്പ് ക്യാപ്റ്റനാണെന്ന് ഞാൻ പറയണമെന്നില്ല. ആളുടെ ഈ ഒരു പരിധിയിൽ തന്നെ ആൾ അത്യാവശ്യം ക്യാപ്റ്റൻസി ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയില്ലേ, നല്ലൊരു ടീം ഇല്ലാതെ ഒരു ക്യാപ്റ്റൻ എവിടെയും ജയിക്കാൻ പറ്റില്ല. അത് ഒരു ഫാക്ട് ആണ്. പക്ഷെ ആളുടെ കയ്യിൽ നല്ല ടീം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ടീം ആക്കി കൊടുത്തിട്ട് ഇപ്പൊ രോഹിത് പടിയിറങ്ങായിരുന്നെങ്കിൽ നന്നായിരുന്നു. രോഹിത്തിന് ആ സമയം കിട്ടിയില്ല. അത് രോഹിത്തിന്റെ കുറ്റമല്ല, പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ എല്ലാ ലെജൻസും പോയി. രഹാനെ പോയി, പുജാര പോയി, അശ്വിൻ പോയി, കോഹ്ലി പോയി. പുജാരയുടെ ഒരു പോയിന്റ് എടുത്തു പറയണം. ഐ മീൻ നമുക്ക് അങ്ങനെ ഒരു പ്ലെയർ വളരെ 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 ക്രൂഷ്യലാണ്. ഒരുപാട് മാച്ചസ് ക്രൂഷ്യലാണ്. നമ്മുടെ ഡ്രോയിലേക്കെങ്കിലും ഐ മീൻ തള്ളി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇല്ല, മാച്ച് ഇന്ത്യക്ക് മാത്രല്ല, അല്ല ഇന്ത്യക്ക് മാത്രല്ല, ടെസ്റ്റില് ടെസ്റ്റ് ക്രിക്കറ്റിന് നമുക്ക് രാഹുൽ ദ്രാവിഡിന്റെ ഒരു പൊസിഷൻ കവർ ചെയ്തുകൊണ്ടിരുന്ന പുജാരയാണ്. അത് വളരെ 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 എടുത്തോണ്ട ഒരു കാര്യമാണ്. നീ UK-ല് അന്ന് കളിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ഡയറക്റ്റ് ആയിട്ട് കളി കാണാൻ പോയതല്ലേ. നിനക്ക് അവരുടെ UK ഓഡിയൻസിന്റെ പൾസ് അറിയാലോ. നീ ഡയറക്റ്റ് അവിടെ പോയിരുന്ന കളി കണ്ടിട്ടുള്ളല്ലേ. അവര് വരുന്ന തന്നെ ഈ T20 മാച്ച് കാണാനില്ല. അവര് വരുന്നത് പ്രോപ്പർ ക്രിക്കറ്റ് ഷോട്ട്സ് കാണാനാണ് അവരവിടെ വന്നിരിക്കുന്നത്. പ്രോപ്പർ ടെസ്റ്റ് മാച്ചിന്റെ സെൻസ് അതെങ്ങനെ നുണയാം അത് നോക്കിയിട്ട് അവര് വന്നിരിക്കുന്നത്. നല്ല സാർ, അതായത് സമ്മറിലൊക്കെ എല്ലാവരും ഈ സൺഗ്ലാസും കാര്യങ്ങളൊക്കെ ഇരുന്ന് എല്ലാവരും ബിയറൊക്കെ കഴിച്ച് വളരെ കാമായിട്ട് ഇന്ന് ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ, അതെ, തേർഡ് ഡേ എങ്ങടെ പോയോ, അടിപൊളിയായിരുന്നു എന്തായാലും. വിരാട് കോഹ്ലി കാണാൻ പറ്റിയ എല്ലാവരും കാണാൻ പറ്റിയ, ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ കാണാൻ പറ്റും. പടവടയിൽ നിന്ന് എല്ലാവരും ഔട്ടായി പോയി. പിന്നെ പറഞ്ഞല്ലോ എന്തായാലും തോറ്റു, അത് വേറെ. അപ്പൊ എല്ലാവരും നമ്മുടെ ബാറ്റിംഗ് കാണാൻ പറ്റി എന്തായാലും. അല്ല, നമ്മള് അതാണ് ഏറ്റവും ഇതായത്. നമ്മള് എന്താ പറയാ, ഇതിന് മുന്നുള്ളതിലെ വരെ നമ്മൾ പെർത്തിലൊക്കെ ജയിച്ചിട്ട് പിന്നെ അവിടെ നമ്മൾ പിന്നെയും തോറ്റു, അതും പോയി. എന്താ പറയാ, സാധാരണ ഇന്ത്യ എപ്പോഴും 2 സ്പിന്നറൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ നമുക്ക് അതും പ്രോപ്പർ ആയിട്ടില്ല. ഇപ്പൊ ഉണ്ട്, വാഷിംഗ്ടൺ ഉണ്ടില്ല എന്നല്ല, അവരിടയ്ക്ക് വെച്ചിട്ട് അതൊക്കെ മിസ്സിംഗ് ആയിരുന്നു നമുക്ക്. പിന്നെ അശ്വിനായിട്ട് ഒരു കോൺഫ്ലിക്ട് എപ്പോഴും റൂമേഴ്സ് കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. അശ്വിൻ 2011 ഡെബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇതുവരെയായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നടന്ന ഒരു ടെസ്റ്റ് മാച്ച് പോലും മിസ് ചെയ്തിട്ടില്ല. ആൾ ടീമിന് പുറത്തിരുന്നിട്ടില്ല അതിനുശേഷം. അതും ഒരു റീസൺ ആണ്. അദ്ദേഹം പിന്നെ വിചാരിച്ചിട്ടുണ്ടാവും, കാരണം അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ അശ്വിനെ 41 ആവും എന്റെ അറിവില് ആൾക്ക് അടുത്ത. അപ്പൊ ആളെന്തായാലും വിചാരിച്ചിട്ടുണ്ടാവും, ഓക്കെ ഇപ്പോഴേ പോകാം, അതായിരിക്കും നല്ലത്, വെറുതെ എന്തിനാ സൈഡ് ബെഞ്ചിൽ വന്നിരിക്കുന്നത്. ആള് ചിലപ്പോ 2 മാച്ചും കൂടി വേണമെങ്കിൽ സൈഡ് ബെഞ്ചിൽ എടുത്തുമായിരിക്കും അന്ന്. അത് കളി വേണ്ട, അതിന്റെ നല്ലത് ഞാൻ ഇപ്പൊ തന്നെ പോവാം, അതിന്റെ നല്ലത്. അത് ഉദ്ദേശിച്ച് ആള് ഭയങ്കര ഇമോഷണൽ ഗായനൊക്കെ. ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് എനിക്ക് അവിടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, വെങ്കിടേഷ്. ആള് അശ്വിന്റെ കൂടെ കളിച്ചിട്ടുള്ളതാണ് തമിഴ്നാട് ടീമിലൊക്കെ. അദ്ദേഹം പറയുമായിരുന്നു ഭയങ്കര ഇമോഷണലാണ് അശ്വിൻ, ഭയങ്കര ഇമോഷണലാണ്. ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ആൾക്ക് ഭയങ്കര ഇമോഷൻ ആക്കി ആവും. ഇതേപോലെ തന്നെ ആയിരിക്കും ഇതും, ആൾക്കും ഇമോഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം, അതുകൊണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ടീമിന്റെ സത്യം പറഞ്ഞ സന്തുലിതാവസ്ഥ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നന്നാവില്ല. അപ്പൊ 27 വരെ ചിലപ്പോൾ ഗാംഭീർ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പുതിയ കോച്ചിനെ കണ്ടെത്തണം, പുതിയ കോച്ച് വരണം. എനിക്ക് തോന്നുന്നു ലക്ഷ്മൺ തന്നെ വന്നാൽ നന്നായിരിക്കും തോന്നുന്നു. ലക്ഷ്മൺ വരുമ്പോ തന്നെ ഒരു പോസിറ്റീവ് ഓരോ ടീമിലുണ്ട്. ഈ പറഞ്ഞ ടീമിന്റെ ഒരു ബ്രേക്ക് ടൈമാണ്. ഈ പറഞ്ഞ ഒരുപാട് ലെജൻസും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പോകുന്നു. ഐ മീൻ ഒരുപാട് എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് പോകുന്നു. പുതിയ ഇപ്പോഴും ഒരു സ്റ്റേബിൾ അല്ലാത്ത ബോളിംഗ് യൂണിറ്റ്, മിഡിൽ ഓർഡറും എനിക്ക് ഇതുപോലെ തന്നെ സ്റ്റേബിൾ അല്ലാത്തൊരു മിഡിൽ ഓർഡർ. സ്റ്റേബിൾ അല്ല. നമുക്കൊരു നമ്മളിടയ്ക്ക് നിതീഷ് റെഡ്ഡിനെ കൊണ്ടുവരും, പിന്നെ മാറ്റും. പ്രോപ്പർ പേസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പേസ് ബോളറും നമുക്ക് അവിടെ മിസ്സിംഗ് ആണ്. അതെനിക്ക് വളരെ അതും ഒരു പ്രോപ്പർ ഫാക്ടറാണ്. നമുക്കൊരു മീഡിയം ഫാസ്റ്റ് ഓൾറൗണ്ടർ സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ ഇല്ല. ഇല്ല, ഹാർദിക് പാണ്ഡ്യ ശേഷം ഇല്ല. സ്പിൻ ഓൾറൗണ്ടേഴ്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അക്ഷർ ഞാൻ പറഞ്ഞില്ലേ, പട്ടേലാണെങ്കിലും അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ധോണിയുടെ ടൈം ആണെങ്കിൽ പോലും, ഇവരാണെങ്കിൽ കോഹ്ലിയുടെ ടൈം ആണെങ്കിൽ പോലും അവര് നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഒരു പേസർക്ക് എറിയാൻ പറ്റില്ല, ഒരു മീഡിയം പേസർ എറിയാൻ തയ്യാറാവണം, അങ്ങോട്ട് ഒരാളുടെ ടീമിൽ കൊണ്ടുനടക്കായിരുന്നു. അത് ഇപ്പൊ നമുക്കത് സത്യം പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളത് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നില്ല, വാർത്തെടുക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മള് രഞ്ജി ട്രോഫി അധികം ഫോളോ ചെയ്യുന്നില്ല, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്ന് പ്ലേയേഴ്സിന് എടുക്കുന്നേ ഇല്ല. പിന്നെ വിഷയം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു, ഇതിപ്പോ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇന്ത്യയുടെ സ്ഥിതിഗതികളാണ് പറഞ്ഞത്. സത്യം പറഞ്ഞപ്പോ ഓഡിയൻസ് വളരെ കുറവാണ്. ഞാൻ ഈ സംഭവം ഒന്ന് നോക്കിയായിരുന്നു, സ്റ്റാറ്റ്സ് വഴി വെച്ച് നോക്കിയായിരുന്നു. അപ്പം വ്യൂവേഴ്സ് സത്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് അല്ല, നീ 27% ക്രിക്കറ്റില്, ഓൾ ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വ്യൂവേഴ്സ് കുറവാണ് ഇപ്പൊ ക്രിക്കറ്റിൽ. അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ടെസ്റ്റില് നമുക്ക് ഇപ്പോഴും ഗ്രോത്ത് ഉണ്ട്. ടെസ്റ്റില് വ്യൂവേഴ്സിന്റെ ഗ്രോത്ത് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് മാറിയിട്ടില്ല. മറ്റേ ആഷസിലാണെന്നുണ്ടെങ്കിലും എവറി ഇയർ എനിക്ക് തോന്നുന്നു ആഷസിനകത്ത് ഈ പറഞ്ഞ ടെസ്റ്റിന്റെ വ്യൂവേഴ്സ്. ഞാൻ എസ്പെഷ്യലി ചോദിച്ചത് ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്.
ഇപ്പൊ റീസെന്റ് നടന്ന ഇന്ത്യയുടെ പല ടെസ്റ്റുകൾ കാണാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല സ്റ്റേഡിയത്തിൽ, ഭയങ്കര ഒഴിവായിരുന്നു. എനിക്ക് തോന്നുന്നു ലെജൻസിന്റെ അഭാവം തന്നെ ആയിരിക്കണം. ലെജൻസ് പലരും ഇല്ല അത് ഡെഫിനറ്റ്ലി ആയതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ എപ്പോഴും ബിഗ് ടീംസിന്റെ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്, ഇന്ത്യ, ഇംഗ്ലണ്ട്, ഈ 3 ടീംസിന്റെ ഒഴിച്ച് ബാക്കി കാണാനുള്ള ആളുകൾ കുഴപ്പമായിരിക്കും. പക്ഷെ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്ത്യ, ഇംഗ്ലണ്ട് വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നുണ്ട് അവിടെ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട്. ആ 4 ടീമിന് ഓഡിയൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ഇപ്പൊ എടുത്തു പറയണം, കാരണം സൗത്ത് ആഫ്രിക്കയാണ് ഇപ്പൊ പീക്കിൽ നിൽക്കുന്ന ടെസ്റ്റിൽ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ഈ 4 ടീമിനും ഉണ്ട്. ഞാൻ പറയുന്നത് ബാക്കിയുള്ള ടീമുകളുടെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. പാകിസ്ഥാനൊക്കെ, പിന്നെ പാകിസ്ഥാൻ നമ്മൾ കളിക്കുന്നില്ല ഓൾറെഡി, അതുകൊണ്ട് നമ്മൾ അത് വേറെ പൊളിറ്റിക്കൽ റീസൺസ് നമ്മൾ അങ്ങോട്ടൊരു പണി കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ലൈക്ക് അവരുടെ ബോർഡ് അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന്. പിന്നെ വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ ആ പഴയ ഒരു പ്രതാപത്തിക്ക് ഇപ്പൊ വരുന്നു എന്ന് പറയുന്നു പല 2 ടെസ്റ്റുകളിലും. പക്ഷെ അത് ഇടയ്ക്ക് വരുന്ന ഡിപ്പാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാ. ഇടയ്ക്കൊന്ന് കയറും, പിന്നെ ഡിപ്പാവും, ഇടയ്ക്കൊന്ന് കയറും. കാരണം ഈ T20 ക്രിക്കറ്റ് തന്നെയല്ല നിനക്കും തോന്നുന്നത് ഒരു അതിന്റെ ഒരു വരവോട് കൂടി ഇതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ളത്? 100%. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ പോലും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു T20 ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ആണ്. വൺ ഡേ പോലും കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ജനറേഷൻ, ഐ മീൻ യങ് പീപ്പിൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് യങ് പീപ്പിൾ എന്ന് മാത്രമല്ല, ഒരുപാട് പ്രായമുള്ള ആളുകൾ പോലും T20 അല്ലെങ്കിൽ വൺ ഡേ ഫോമാറ്റിലേക്ക്, അല്ല T20യിലേക്ക് വൺ ഡേ പോലും ഇരുന്ന് 50 ഓവർ കാണാനുള്ള പേഷ്യൻസ് ഇല്ലാത്ത ഒരുപാട് ക്രിക്കറ്റ് ആരാധകരുണ്ട്. അതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ട് കണ്ടാണ് ഈ പറഞ്ഞ T20 IPL കാര്യങ്ങൾ ഇത്രയും മാർക്കറ്റിംഗ്, ഐ മീൻ ഇത്രയും വലിയൊരു സംഭവം ആയത്. സോ ഡെഫിനറ്റ്ലി 100% ഇപ്പോൾ T20 എന്നൊരു സംഭവം, T20 തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. അതായത് റൺ സ്കോറിംഗ് എന്നൊരു, ഇപ്പൊ IPL എന്ന് പറഞ്ഞാൽ 250 റൺസിന് താഴെ ഒരു സ്കോറേ ഇല്ലാത്ത പോലെയാണ് ഇപ്പൊ എല്ലാ കളിയിലും 250 സ്കോർ അല്ല. അപ്പം അത് നമുക്ക് 260 RCB അടിച്ച സമയത്ത് ഒരു വണ്ടർ എന്ന സമയത്ത് നിന്നും ഇപ്പൊ 250 260 എന്ന് പറഞ്ഞാൽ എന്ത് സ്കോർ എന്നൊരു രീതിയിലേക്ക് വന്നു. ബോളർമാർക്ക് വരില്ല, ബാറ്റ്, ആ ഒരു സംഭവം പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഫുൾ ബാറ്റിംഗിലേക്കും ആ ഒരു സിക്സസിലേക്കും ഫോറസ്റ്റിലേക്കും ബൗണ്ടറീസിലേക്കും മാത്രം ഒതുങ്ങി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറയാനുള്ള മെയിൻ റീസൺ നീ പറഞ്ഞ പോയിന്റിനാണ്. 4 ബിഗ് ടീംസിന്റെ കളി കാണാൻ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഈവൻ ന്യൂസിലാൻഡ് പോലും കുറച്ച് ഇപ്പൊ ഡിപ്പായിക്കൊണ്ടിരിക്കുന്നു. അവരുടെയും സത്യം പറഞ്ഞാൽ കുറവാണ് കുറച്ച് കാണികൾ. അവരുടെ നാട്ടിൽ കുറച്ചുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ടെസ്റ്റിലൊക്കെ ഭയങ്കര അത്യാവശ്യം കാണികൾ കുറവായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെ കളിക്കുന്ന ആരും വരുന്നേ ഉണ്ടാവുന്നില്ല ടെസ്റ്റ് ഒന്നും കാണാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ പാകിസ്ഥാൻ ഓൾറെഡി നമ്മൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ടീമുകളൊക്കെ ഇനി ടെസ്റ്റിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഈ ബിഗ് ടീംസിനുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ ആ ഒരു വരവോട് കൂടി നീ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ആ ഒരു അല്ല, അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ ഇപ്പൊ എന്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വയസ്സൊന്നുമില്ല. പക്ഷെ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. എന്റർടൈൻമെന്റ് ഫാക്ടർ എന്ന് പറയും സിനിമ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ സ്കൂളിൽ കട്ട് ചെയ്തിട്ട് വരെ ടെസ്റ്റ് ക്രിക്കറ്റ് ഇരുന്ന ഒരു ദിവസം ഇരുന്ന് കണ്ടിരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ 6 മണിക്ക് 5 മണിക്കൊക്കെ കളി തുടങ്ങുമായിരിക്കും. നമ്മൾ ഓസ്ട്രേലിയ കളിയാണെങ്കിൽ നമ്മൾ ആ സമയത്തൊക്കെ തുടങ്ങുമായിരിക്കും. ഇന്ന് വയ്യ പോവാൻ. ക്ലാസ്സിൽ പോയിട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്കോർ നോക്കും. ഇവിടെ വന്നെ ആയി നോക്കുന്ന സാധനം അതായിരിക്കും, എന്താ ഈ കളിയുടെ അവസ്ഥ, എത്ര ഇന്നിങ്സ് ആയി. അതും 2015 ഓഡിയ വേൾഡ് കപ്പ് ഒക്കെ ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഉച്ചത്തെ നമ്മുടെ അന്ന് ഞങ്ങൾക്ക് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞാൽ അതൊന്നും വേഗം വരും. ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് സ്കോർ എന്തായി എന്ന് നോക്കുന്നത്. സോ പക്ഷെ ഇപ്പൊ ഒരുപാട് എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു സ്പോർട്സിന് താങ്ങേണ്ട ആവശ്യകത സത്യം പറഞ്ഞാൽ ഇല്ല. സോ ഒരുപാട് സ്പോർട്സ് ആ ടൈമിൽ കുറച്ചും കൂടി വൺ ഡേക്ക് ആയിരുന്നു എനിക്കാണ് പ്രാധാന്യം. പക്ഷെ എനിക്ക് വൺ ഡേയുടെ പ്രാധാന്യം വളരെയായിട്ട് ഇടിഞ്ഞ പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സെയിം വൺ ഡേ, എനിക്ക് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വൺ ഡേ അല്ലാത്ത T20 എന്ന് പറയുന്നത് വേൾഡ് കപ്പായിട്ട് നമ്മൾ പരിഗണിച്ചിരുന്നില്ല. വൺ ഡേ ആണ് മെയിൻ ക്രിക്കറ്റ്, ബാക്കി 2 സബ്ബായിട്ട് വരുന്നൊരു ഒരു സംഭവം. T20 ആണെങ്കിലും ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്റെ ഒരു ഇത്. കാരണം നമ്മൾ കണ്ടു വളർന്നൊരു ടൈപ്പ് ഓഫ് ക്രിക്കറ്റ് അങ്ങനെ തന്നെയായിരുന്നു വൺ ഡേ. എല്ലാ കാലഘട്ടത്തിലും ഞാൻ എല്ലാ കാലഘട്ടത്തിലും ഒരു എന്താ പറയാ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് 3 അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് തന്നെ കുറെ അപ്ഡേറ്റ്സ് നടത്തുന്നുണ്ട്. നമ്മുടെ 1983 വേൾഡ് കപ്പിനെ എടുത്ത് നോക്കിയാൽ അതിൽ തന്നെ കളി ഡിഫറൻസ് ആണ്. ഇന്നിങ്സ് വൈസ് ഡിഫറൻസ് ഉണ്ട്. ടെസ്റ്റിന് കട്ട് ചെയ്ത് വൺ ഡേ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നു. വൺ ഡേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ കേരളയാണ്. അത് നമുക്ക് ചരിത്രം പറയേണ്ടി വരും. നമ്മുടെ കേരളത്തിലാണ് വൺ ഡേ ആദ്യമായിട്ട് കളിക്കുന്നത് തന്നെ. അത് വേറെ ഹിസ്റ്ററി ക്രിക്കറ്റിന്റെ. 50 ഓവറിന്റെ കളി കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ്. സോ അതൊന്ന്. പിന്നെ T20 വന്നു. ഇനി വരാൻ പോകുന്ന കുറച്ച് നമ്മുടെ പറയാ പരീക്ഷണങ്ങൾ മാത്രമല്ല, കുറച്ച് ഇവരെ ഐഡിയാസ് കൂടിയാണ്. വൺ ഡേ ചുരുക്കി 40 ഓവറാക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു ICCയുടെ ഭാഗത്തു നിന്ന്. അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക്. കാരണം 40 ഓവറാകുമ്പോൾ ഇങ്ങനെ കളിക്കാൻ 20 ഓവർ ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കും, പിന്നെ അവർ 20 ഓവർ ബാറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് 20 ഓവർ നമ്മുടെ പിന്നെയും അടുത്ത ഒപ്പോണന്റ് ടീം ആ 20 ഓവർ പിന്നെ ചേസ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് 2 T20 ഒരുമിച്ച് കളിക്കുന്ന പോലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആക്കി കൊണ്ടുവരാൻ.
അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കളിയാണ്. ഓക്കെ ഓക്കെ. പക്ഷെ നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. അതും T20 ആവും, അതും T20 ഫോർമാറ്റ് ശരിക്കും പറഞ്ഞാവും. അതാ ഞാൻ അടിയോടടി പറഞ്ഞത്. അടിക്കെട്ട് വെടിക്കെട്ട് ഈ ഇത് സംഭവമാവും. ഇത് പണ്ട് നമ്മുടെ ലെജൻസ്, നമ്മുടെ ഇവര് വീരേന്ദ്ര സെവാഗും സച്ചിനും എല്ലാരും പറഞ്ഞ പോലെ ഞങ്ങൾ T20 കളിക്കില്ല എന്ന് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ഗാംഗുലി ഉൾപ്പെടെ ഞങ്ങൾ T20 കളിക്കില്ല, കാരണം അവരെ സംബന്ധിച്ച് അത് പ്രോപ്പർ ക്രിക്കറ്റ് ഷോട്ട്സ് ആണല്ല. അവരെ സംബന്ധിച്ച് പ്രോപ്പർ ക്രിക്കറ്റ് ഷോട്ട്സ് വരുന്നത് ടെസ്റ്റിലും വൺഡേയിലൊക്കെയാണ്. വൺഡേയിലോ ഇല്ലെങ്കിലും ടെസ്റ്റിലാണ് പ്രോപ്പർ ക്രിക്കറ്റ് ഷോട്ട്സ് കൂടുതൽ കളിക്കുന്നത്. സോ ഇനി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല. പല സ്പോർട്സിനും അങ്ങനെ തന്നെയാണ്, നിലനിൽപ്പില്ല. അതിലൊരു സ്പോർട്സ് ആണ് ക്രിക്കറ്റ്. ഒന്ന്, ഇനി നീ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും നമ്മുടെ T10 ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 10 ഓവറിന്റെ ഗെയിം ഒക്കെ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി. നമ്മുടെ നാട്ടിൽ അത് കിട്ടാത്ത നമുക്ക് ഓൾറെഡി IPL എന്ന് പറഞ്ഞ ഒരു ബിഗ് ബ്രാൻഡ് കൂടെ ഉള്ളതുകൊണ്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ കാലക്രമേണ ഈ ബിഗ് സ്റ്റാർസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതും അവർ അതിലും ഒരു പരീക്ഷണം കൊണ്ടുവരും. സോ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഇനി കൊണ്ടുവരാൻ ഇവർ നോക്കുന്നത്. അതുപോലെ ടെസ്റ്റും ഡേ ആൻഡ് നൈറ്റ് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പ്രോഗ്രാം നോക്കുന്നുണ്ട് ICCI. ഇപ്പൊ നമ്മൾ പിങ്ക് ബോൾ മാത്രമല്ല, പിങ്ക് ബോൾ മാത്രമല്ലാതെ ഡേ ആൻഡ് നൈറ്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ ആ ഒരു പദ്ധതി നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ കറന്റ്ലി ക്രിക്കറ്റില്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സക്സസ് ആവും. ഓടിയെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കാൻ പഠിച്ച 18 പണിയും BCCIയും ICCIയും ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വർക്ക് ആവണമെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതും ടെസ്റ്റിന് അപ്ലിക്കബിൾ ആണ്. നമുക്ക് എന്തുകൊണ്ടായി ടെസ്റ്റിന് വിഷമം വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പീക്കിൽ നിന്ന സമയം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി നമ്മൾ ഒന്നും വരാത്ത അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. എത്ര 42 മാസം 42 months നമ്മൾ ടെസ്റ്റിൽ നമ്പർ 1 കൺസിക്യൂട്ടീവ് 3.6 years. ഇപ്പൊ ആളുടെ വിലയൊക്കെ കുറച്ച് പേർക്ക് മനസ്സിലായി. എല്ലാവരും പറയുന്നത് ഫെയിലിയർ ക്യാപ്റ്റൻ എന്നാണ്. സംഗതി IPL ആൾ അത്രയും എഫക്റ്റീവ് ക്യാപ്റ്റൻ അല്ല. ഈവൻ ഞാൻ പറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു, അത്ര എഫക്റ്റീവ് അല്ല. പക്ഷെ ടെസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആള് അത്രയും സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് വിന്നിംഗ് പെർസെന്റേജ് എടുത്തു നോക്കാം. കപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ ഒരു മാച്ചിന്റെ ഫലം കൊണ്ടാണ്. പക്ഷെ ആള് നയിച്ചിട്ടുള്ള മിക്ക സീരീസിലൊക്കെ ഇനിയിപ്പോ ആളെ ടോപ്പിക്ക് നമ്മൾ ആ ടോപ്പിക്ക് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പഴിയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സംതിങ്, അത് പ്രത്യേകിച്ച് നോക്കൌട്ട് മാച്ചസിലോ അല്ലെങ്കിൽ ഫൈനൽസിലേക്കാണ് പുള്ളിയുടെ എപ്പോഴും ഡിസിഷൻ തെറ്റാറുള്ളത്. അത് നമുക്ക് വേറൊരു സംഭവം, വേറൊരു ടോപ്പിക്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ പീക്ക് ടൈമിൽ നിന്ന് നമ്മളിപ്പോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. സുവർണ കാലഘട്ടം കഴിഞ്ഞു എന്നൊരു സംശയമുണ്ട്. അതിന് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി കഴിഞ്ഞു. നമുക്കൊരു പീക്ക് ഉണ്ടായിരുന്നു, ആ പീക്ക് കഴിഞ്ഞു. 2021 2 വരെയൊക്കെ നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ രോഹിത് ശർമ്മ കുറച്ച് താങ്ങി നടന്നു, അതും കഴിഞ്ഞു. ഇനിയിപ്പോ വാട്ട് നെക്സ്റ്റ് എന്ന് നമുക്ക് കണ്ടറിയാം. ടീമിന്റെ മൊത്തത്തില് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റെബിലിറ്റിയിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അത് ടെസ്റ്റിലല്ല, എല്ലാ ടീമിലേക്കാണെങ്കിലും ഒരു പ്രോപ്പർ പ്ലേയിങ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതായിട്ട് തോന്നുന്നുണ്ട്. ടാലൻസിന്റെ കുറവല്ല, പക്ഷെ മാനേജ്മെന്റ് സെലക്ഷൻ കമ്മിറ്റി എല്ലാം സെലക്ഷൻ ഭയങ്കര മോശം. പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. സോ അത് മാറ്റിയിട്ട് ഇന്ത്യ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു വിചാരിക്കുന്നു ഞാൻ. ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് എന്തെങ്കിലും ഹോപ്പില്ല. ഓസ്ട്രേലിയയിൽ നിന്നും അടിക്കാൻ പറ്റിയ ടീം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓസ്ട്രേലിയ തന്നെ പറഞ്ഞില്ലേ 84% ആയിട്ട് ഇപ്പോഴും ടോപ്പ് നിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ഒരു സമയത്ത് നമ്മളെ പേടിച്ചിരുന്നു. ഓസ്ട്രേലിയ എടുത്ത് പറഞ്ഞ ഒരു എന്താ പറയാ സംഭാഷണം തന്നെ, അവർ പറഞ്ഞ മെസ്സേജ് കണ്ടില്ലേ, നമുക്ക് സന്നാഹ മത്സരത്തിന്റെ ആവശ്യമില്ല ടെസ്റ്റിന് മുല്ലെന്ന്. അത്രേ ഉള്ളൂ നമ്മളവര് കാണുന്നുള്ളൂ. വന്ന് കളിച്ചിട്ട് പോകും മക്കളെ, കാണിച്ചു തരാം, ആ ഒരു മൈൻഡാണ് അവർ. ടൈലൻഡേഴ്സ് നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അവിടെ സപ്പോർട്ടിംഗ് റോൾ കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഈ പറഞ്ഞ കമ്മിൻസ് ആയിക്കോട്ടെ, സ്റ്റാർക്ക് ആയിക്കോട്ടെ, ഹേസിൽവുഡ് ആയിക്കോട്ടെ, ഇവരുടെ ബോളൊക്കെ നേരിടാൻ പറ്റിയ പുതിയ ബാറ്റ്സ്മാൻമാര് ടൈലൻഡേഴ്സ് ഇൻഎക്സ്പീരിയൻസ് വരുമ്പോൾ അതും നമുക്ക് പ്രശ്നമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പോയിന്റ്, ഗാംബിയറിന്റെ ഒരു കോൺട്രാക്ടിന് കാലാവധി 27 വരെ ഉണ്ടാവുള്ളൂ മാക്സിമം. അതിനുള്ളിൽ ആൾക്ക് റിസൾട്ട് വേണം. സോ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ആളുടെ നിലനിൽപ്പിനും. സോ ആളും അതുകൊണ്ട് തന്നെ എല്ലാ 18 പണി നോക്കുന്നുണ്ട് ടീമിനെ നോക്കാൻ. അതുകൂടിയും നമ്മൾ കണക്കിലെടുക്കണം. ആ ഒരു പ്രഷറും പ്ലേയേഴ്സിന്റെ മേലും ഉണ്ടാവുമല്ലോ ആളുടെ ഭാഗത്തുനിന്ന്. ഒരു എന്താ പറയാ, ഒരു ഉടച്ചു വാർക്കല് എന്തായാലും അത്യാവശ്യമാണ് ടെസ്റ്റിൽ, വിത്ത് റിസൾട്ട് നോക്കാതെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ശ്രേയസേരെ ക്യാപ്റ്റൻ ആക്കിയത് റിസൾട്ട് നോക്കാതെ, അതുപോലെ തന്നെ ഇതിലും ഒരു ഉടച്ചു വാർക്കൽ വേണം. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. അതിലൂടെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. നല്ലൊരു തീരുമാനമാവട്ടെ ഇനി വരുന്ന കാര്യങ്ങളല്ലാതും. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫോർമാറ്റിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റഡ് അല്ല. പോയിന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ സീരീസ് ജയിച്ചാലും ഗെയിം ഡിഫറൻസ് അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ കയറി നിൽക്കാം. ജസ്റ്റ് ഫൈനലിലേക്ക് മാത്രം കയറി പോകുന്ന ഒരു സിസ്റ്റത്തിനോടും എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല. അതൊട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഞാൻ അഗ്രി ചെയ്യുന്നു ആ കാര്യം. കാരണം ഈ ഒരു പോയിന്റ് കൂടെ നീ കൂട്ടിച്ചേർക്കണമായിരുന്നു. കാരണം ഇവര് ഇപ്പൊ ഒരു ഫൈനൽ വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു ടെസ്റ്റിലാണ് ഇവർ തീരുമാനിക്കുന്നത് ഫൈനൽ വിന്നറെ. അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് ഒരു 5 ടെസ്റ്റ് കൊടുത്തിട്ട് ആ സീരീസിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിൻ ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി. അപ്പോ നമുക്ക് ആ ലാസ്റ്റ് ടെസ്റ്റ് കാണാൻ തന്നെ
ആകാംക്ഷ കൂടും. ഇത് ഒറ്റ മാച്ച് ഒറ്റ ടെസ്റ്റ് തന്നെ വരുമ്പോൾ അത്രയും എനിക്കൊരു ഇമ്പാക്ട് ആയിട്ട് തോന്നുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഓക്കെ. വിരാട് കോഹ്ലി വരെ പറഞ്ഞിട്ടുണ്ട് അത്. എനിക്ക് അത് പിന്നെയും ഞാൻ അതിനോട് പിന്നെയും ഓക്കെയാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വേൾഡ് കപ്പ് ആയിട്ടൊരു സംഭവം വേണ്ടേ? ഒരു ടൈം ഓഫ് പീരീഡിൽ നിന്നിട്ട് എല്ലാ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് കളിച്ചിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ മനസ്സിലായി. പിന്നെയും നല്ല രസം ഉണ്ടാവും. ഇത് അത് നമ്മൾ ഓസ്ട്രേലിയയോട് ഇപ്പോൾ 5 കളി കളിക്കുന്നു, ശ്രീലങ്കയോട് 2 കളി കളിക്കുന്നു. സോ ആ പ്രോപ്പർ കളിക്ക് അല്ല. എത്ര കളി കളിക്കുന്ന കളിയും പ്രോപ്പർ അല്ല, എത്ര നമ്പേഴ്സും പ്രോപ്പർ അല്ല. എക്സാക്ട്ലി. അത് എല്ലാ ടീമും ഓരോ ടീമിനോടും ഈക്വൽ മാച്ചസ് ഒന്നും അല്ല കളിക്കുന്നത്, ഡിഫറെന്റ് മാച്ചസ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയായിട്ട് ഇന്ത്യ 5 കളി കളിക്കുന്ന സമയത്ത് വേറെ ചില ടീമുകൾ 2 കളി കളിക്കുമ്പോൾ അതും അല്ല, ഒരുപാട് ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഇതും പറയണം, നമുക്ക് മാത്രമാണ് 5. ഇപ്പൊ നമ്മള് ബിഗ് ടീംസ് പറയില്ലേ 4 പേര്, ഇവര് മാത്രമാണ് 5 ടെസ്റ്റ് ഒക്കെ കളിക്കുന്നത്. എല്ലാ ടീമുകൾക്കും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ടുണ്ടാകുമെന്ന് അതെ, വിചാരിക്കുന്നു. അതുപോലെ കുറച്ച് ബിഗ് സ്റ്റാർസ് പൊന്തി വരണം. ഇപ്പൊ ബെൻ സ്റ്റോക്സ് ഒക്കെ പോയി. ഇത് ഷെയ്ൻ വോൺ പറഞ്ഞ പോലെ ലൈക്ക് വിരാട് കോഹ്ലിയെ പോലെ പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിന് മാത്രമല്ല നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിനും ആവശ്യം ആയിരുന്നു. വിരാട് കോഹ്ലി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ, കാരണം അത്ര ഓഡിയൻസ് കളി കാണാൻ വരും. ഇപ്പോ അതും ഒരു റീസൺ ആണ്. സോ അതിനു വേണ്ടിയിട്ട് ICC അല്ലെങ്കിൽ BCCI കുറച്ച് പണിയെടുക്കണം. പുതിയൊരു ന്യൂ ബോൺ ബേബീസിനെ കൊണ്ടുവരണം. അതെ, ന്യൂ ബോൺ ബേബീസിനെ ഉണ്ടാക്കി കൊണ്ടുവരണം, എല്ലാ രാജ്യത്തും കൊണ്ടുവരണം. അപ്പോഴാണ് കുറച്ചുകൂടി കളി കാണാൻ രസം ഉണ്ടാവുള്ളൂ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ഈസ് അപ് ടു മീ ആക്ച്വലി. സോ ഐ എം പ്രേയിങ് ഫോർ ദാറ്റ്. സോ പഴയൊരു ഇന്ത്യൻ ടീമിലേക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ഞാനൊക്കെ ഹൈലൈറ്റ് ആണ് കൂടുതലിരുന്ന് കാണുന്നത്. ഡെഫിനറ്റ്ലി നമ്മളൊന്നും കണ്ടുവളർന്ന ഗെയിം അല്ല ഇപ്പോൾ ഉള്ള ഗെയിം. ഞാൻ അന്ന് ഇരുന്ന് ഒരു 5 മാച്ചും ടെസ്റ്റിൻ്റെ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണുന്ന പോലെ ഇരുന്ന് കാണാനോ സ്കോർസ് നോക്കാനോ അപ്ഡേറ്റഡ് ആവാനോ ഉള്ളൊരു ഒരു ഒരു കിട്ടുന്നില്ല. ഹോപ്പ്ഫുള്ളി മാറട്ടെ. ഐ മീൻ എല്ലാ കാര്യങ്ങളും മാറി വീണ്ടും ക്രിക്കറ്റ് എന്നൊരു ഗെയിമിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. സോ ആ സ്നേഹത്തോടുകൂടി പറയുന്നത് എല്ലാ ഫോർമാറ്റും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊന്നും നശിപ്പിക്കാതെ അത് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. അതെ. സോ ദിസ് ഈസ് അപ് ടു അവർ സൈഡ് ആക്ച്വലി. അങ്ങനെ തന്നെ പറയണല്ലേ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് പോലെ. സോ ഒരു ഹോപ്പ്ഫുള്ളിയാണ് ഇന്ത്യ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എക്സ്പെഷ്യലി ആസ് എ ട്രൂ ക്രിക്കറ്റ് ഫാൻസ് ലൈക്ക്, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. സോ ടെസ്റ്റിലേക്കും തിരിച്ചു വരണം ഇന്ത്യ. ദിസ് ഈസ് ദ തിങ് ഐ ഹാവ് ടു സേ ഫോർ ഇറ്റ്, വിഷ്ണു. സോ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ്, എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ മീൻ ഏത് ഫോമാറ്റാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അതെ, സന്തോഷമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ വിഷ്ണു, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ.